കോഴിക്കോട് കാറ് കത്തി ഗർഭിണി മരിച്ചത് ഡീസൽ കാറിനുള്ളിൽ നിന്ന് പെട്രോൾ കത്തിയെന്ന നിർണായക തെളിവുകൾ പോലീസിന് ലഭിച്ചിരിക്കുകയാണ്. കാറിനുള്ളിൽ തന്നെ കുപ്പിയിൽ പെട്രോൾ കണ്ടെത്തിയെന്നാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. ചെറുവണ്ണൂർ കക്കറമുക്ക് റോഡിൽ കാർ കത്തി ഗർഭിണി മരിച്ച സംഭവത്തിൽ അന്വേഷണം ഇതോടെ നിർണായകമായ വഴിത്തിരിവിലേക്ക് പോവുകയാണ്. കാറിനുള്ളിൽ നിന്ന് പെട്രോൾ കത്തിയാണ് തീപിടിച്ചത് എന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തിയെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. യുവതിയുടേത് ആത്മഹത്യ എന്ന പ്രാഥമിക നിഗമനത്തിലാണ് ഇപ്പോൾ പോലീസ്. മരിച്ച സോന പെട്രോൾ പമ്പിൽ കയറി ഒരു കുപ്പിയിൽ പെട്രോൾ വാങ്ങുന്ന CCTV ദൃശ്യങ്ങൾ പോലീസിന് കിട്ടിയിട്ടുണ്ട്. കാറിനുള്ളിൽ ഒരു ദ്രാവകം ഉണ്ടായിരുന്നതായി ഫോറൻസിക് സംഘം നേരത്തെ കണ്ടെത്തിയിരുന്നു. എന്നാൽ അത് പെട്രോൾ ആണെന്ന് പോലീസ് സ്ഥിരീകരിക്കുകയാണ്. നമ്മുടെ കുട്ടികൾക്കൊക്കെ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ നാട്ടിലെ യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ അവർക്ക് തോൽവി എന്ന് പറയുന്നത്, ജീവിതത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്, ഇതൊന്നും അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള മനസ്സിൻ്റെ ഉടമകളാവുകയാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഈ കൂടുതൽ ഇൻഫ്ലുവൻസിങ് വീഡിയോസൊക്കെ നമ്മുടെ ഇന്നത്തെ ഏറ്റവും ചെറിയ തലമുറകൾ യങ്സ്റ്റേഴ്സാണ് കൂടുതലും കാണുന്നതെന്ന് പറയാം. കുറച്ചുകൂടി മുന്നിലുള്ള ഒരു കാലഘട്ടത്തിലൊന്നും ഇതുപോലെ മോട്ടിവേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യാനോ സോഷ്യൽ മീഡിയ ഇല്ല, അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങൾക്ക് അത്രയും ഒരു പ്രസക്തിയോ പ്രാധാന്യമോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് നമുക്ക് എതിർക്കാൻ സാധിക്കുകയില്ല. നമ്മൾ അന്ന് പാഠങ്ങളൊക്കെ പഠിച്ചിരുന്നത്, അല്ലെങ്കിൽ നമുക്ക് മുന്നിലുള്ള തലമുറ ഇതുപോലെയുള്ള ജീവിതത്തിന്റെ ചില പ്രധാനപ്പെട്ട പാഠങ്ങളൊക്കെ പഠിച്ചത് അതിന് മുന്നിലുള്ള ആൾക്കാരിൽ നിന്ന്, അവർ പറയുന്ന വാക്കുകളിൽ നിന്ന് ഒക്കെയായിരുന്നു. ഇപ്പൊ സോഷ്യൽ മീഡിയ ഒക്കെ ഒത്തിരി സജീവമായ കാലത്ത് ഓരോ ആൾക്കാരെ, ചെറിയ കുട്ടികളെ വരെ മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള, അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രീതിയിലുള്ള, ഓരോ ജീവിതത്തിലെ പ്രശ്നങ്ങളെ എങ്ങനെ ഫേസ് ചെയ്യണമെന്ന രീതിയിലുള്ള ഒരുപാട് വീഡിയോകളും ഒക്കെ ഉണ്ട്. എന്നിട്ടും നമ്മുടെ കുട്ടികൾ ഏറ്റവും കൂടുതൽ ദുർബലരായി പോകുന്നത് ഇന്നത്തെ തലമുറ തന്നെയാണ് എന്ന് പറയാം. ഒരു ചെറിയ കാര്യത്തിന് പോലും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതെ തളർന്ന് ആത്മഹത്യയിൽ അഭയം തേടുന്ന ഈ പുതിയ തലമുറ എങ്ങോട്ടാണ് പോകുന്നത്? വളരെ വല്ലാത്ത ഒരു സംഭവമായിരുന്നു ഈ ഗർഭിണി 6 മാസം 7 മാസം ഗർഭിണിയായ ഒരു യുവതി കാറിനുള്ളിൽ കത്തി മരിക്കുക എന്ന് പറയുന്നത് നമ്മളൊക്കെ വളരെ ഭയത്തോടെ, വിഷമത്തോടെ, സങ്കടത്തോടെ ഒക്കെ കേട്ട വാർത്തകളാണ്. ഈ കാർ ഇങ്ങനെ കത്തി നശിക്കുന്നത്, ഓടിക്കൊണ്ടിരിക്കുന്ന കാറ് കത്തി നശിക്കുന്നത്, അതൊരു അപകടമായി, അല്ലെങ്കിൽ അത് എല്ലാവർക്കും ഒരു കൺസേണായി. അതുപോലെ തന്നെ ഈ ഗർഭിണിയെ ഇനി ഭർത്താവ് അപായപ്പെടുത്തിയതാണോ എന്ന സംശയമുണ്ടായി. രണ്ടുപേരും സ്നേഹിച്ച് കല്യാണം കഴിച്ചവരാണ്. നേരെ ചൊവ്വേ വിവാഹം കഴിച്ചു വിടുന്ന കുടുംബത്തിൽ പോലും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി. അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം ഉണ്ടാകുന്നു. എന്നാൽ സ്വയം കണ്ടെത്തുന്നവർക്കിടയിൽ പോലും ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ അവർക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചുകൂടെ എന്നുള്ള ചിന്ത വന്നു. അങ്ങനെ ഒരുപാട് ചിന്തകളാണ് കഴിഞ്ഞ ദിവസം ഈ ഒരു വിഷയം കേട്ടപ്പോൾ നമ്മുടെ കേരള സമൂഹത്തിൽ എല്ലാവർക്കും, ഞാൻ ഉൾപ്പെടെ എല്ലാവരുടെയും മനസ്സിൽ ഉണ്ടായത് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പക്ഷെ ഇപ്പോൾ അത് എത്തി നിൽക്കുന്നത് ആ യുവതി ആത്മഹത്യ ചെയ്തതാണ് എന്നാണ്. കാറിനുള്ളിൽ പെട്രോൾ വെച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും ഇത് സ്ഥിരീകരിച്ചതോടെയാണ് പെട്രോൾ ആരാണ് വാങ്ങിയത് എന്നറിയാൻ സമീപത്തെ പമ്പുകളിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചത്. ആ പരിശോധനയിൽ ഒരു യുവതി കന്നാസിൽ പെട്രോളുമായി പോകുന്ന ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. അത് സോന തന്നെയാണ് എന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തിച്ചേരുകയായിരുന്നു. സോനയും ഭർത്താവ് റിജിൻലാലും തമ്മിൽ വലിയ കുടുംബ പ്രശ്നമുണ്ടായിരുന്നു. അപകട ദിവസം സോനയുടെ വീട്ടിൽ നിന്നും റിജിൻലാലിന്റെ വീട്ടിലേക്ക് ഇവർ പോയത് 3 മണിക്കൂറോളം നേരം സമയമെടുത്താണെന്നാണ് വിവരങ്ങൾ. വെറും അരമണിക്കൂർ കൊണ്ട് എത്തേണ്ടിടത്താണ് 3 മണിക്കൂറോളം കഴിഞ്ഞ് എത്തിയത് എന്നാണ് പോലീസിന് കിട്ടിയ വിവരം. ആ സമയത്തിനിടയ്ക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ള വിവരം പോലീസ് വിശദമായി അന്വേഷിക്കുന്നുണ്ട്. നേരത്തെ ഇതൊരു കൊലപാതകമാണോ എന്നായിരുന്നു സംശയം. സോനയുടെ ബന്ധുക്കൾ അടക്കം ഇതൊരു കൊലപാതകമാണ് എന്ന ഗുരുതര ആരോപണവുമായി രംഗത്തെത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ അത് ആത്മഹത്യയാകാനുള്ള സാധ്യതയാണ് പോലീസ് ചൂണ്ടിക്കാണിക്കുന്നത്. സോന തന്നെ പെട്രോൾ വാങ്ങി പുറകിലെ സീറ്റിലേക്ക് മാറിയിരുന്നു സ്വയം തീ കൊളുത്തിയത് ആണ് എന്നാണ് പോലീസിന്റെ നിഗമനം. ശാസ്ത്രീയമായി കൂടുതൽ പരിശോധനകൾ ഉള്ളതിനാൽ ആത്മഹത്യയായി പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല. നേരത്തെ തന്നെ ദുരൂഹത പോലീസ് സംശയിച്ചിരുന്നു. ബോണറ്റിലെ എഞ്ചിൻ ഭാഗത്തോ ഡീസൽ ടാങ്കുള്ള ഭാഗത്തോ കത്തിയിരുന്നില്ല. കാറിൽ നിന്ന് ലഭിച്ച ബാങ്കിന്റെ അവശിഷ്ടമടക്കമുള്ള വസ്തുക്കളൊക്കെ ഫോറൻസിക് പരിശോധനയ്ക്കായി കൊണ്ടുപോയിട്ടുണ്ട്. പെട്രോൾ നിറച്ചത് എന്ന് സംശയിക്കുന്ന ക്യാനിന്റെ അടപ്പും പോലീസിന് വാഹനത്തിൽ നിന്ന് ലഭിച്ചതാണ് വിവരം. കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി 9ഓടെയാണ് കാർ കത്തിയത്. സംഭവത്തിൽ കക്കറമുക്ക് പൂവത്തുംപാലിൽ രജിൻലാലിന്റെ ഭാര്യ സോന എന്ന 27-കാരിയാണ് മരിച്ചത്. ഭർത്താവ് രജിൻലാൽ ഗുരുതരമായ പൊള്ളലേറ്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. നാട്ടുകാർ ഓടിക്കൂടിയാണ് കാറിലെത്തി കെടുത്തിയത്. ന്യൂസ് ഡെസ്ക് കർമാൻസ്.